ഹായ്, നമുക്ക് പഠിക്കാനുള്ളതാണല്ലോ ട്രാജഡി. ട്രാജഡിയിൽ കുറേ എലമെൻറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്, കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. ആ ഒരു ടേംസ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുകയാണ്. ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് കഥാരസിസ്. കഥാരസിസ് ഫസ്റ്റ് പറയാനുള്ള കാരണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ടേം ആയിരിക്കും കഥാരസിസ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആവില്ലേ? അതാണ് കേട്ടോ. കഥാരസിസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്യൂരിഫിക്കേഷൻ ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ പേർജേഷൻ എന്നൊക്കെ പറയുന്നതിനെയാണ് ഈ കഥാരസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ട്രാജഡി കാണുമ്പോൾ അതിൽ കുറേ ബ്ലഡ് ഷെഡ് കാണാൻ പറ്റും, കുറേ അറ്റാക്ക് കാണാൻ പറ്റും, നമുക്ക് താങ്ങാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ അതിൽ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിലൂടെയൊക്കെ നമ്മുടെ മൈൻഡ് അത് വിറ്റ്നസ് ചെയ്ത് പോകുമ്പോൾ ദാറ്റ് വിൽ പാസ് അവർ മൈൻഡ്, അല്ലെങ്കിൽ പ്യൂരിഫൈ അവർ മൈൻഡ്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ഒരു ഇതിനെയാണ് പറയുന്നത് കഥാരസിസ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ടേമാണ് ഡയാനോയ. ഇറ്റ് മേ ബി അൺഫെമിലിയർ ടു യു, ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്നതായിരിക്കും. ഡയാനോയ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ തിങ്കിങ് എലമെൻറ്റ്. അതിൽ നിന്ന് എന്തെങ്കിലും ചിന്തിക്കാൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദ ഹാവ് എൻ എലമെൻറ്റ് ടു തിങ്ക്, അതിനെയാണ് ഡയാനോയ എന്ന് പറയുന്നത്. അടുത്ത ടേം മിമിസിസ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ. മിമിസിസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എൻ ഇമിറ്റേഷൻ അല്ലേ? മിമിക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയുന്നുണ്ടായിരിക്കും. അടുത്തത് പെരിപ്പിറ്റിയ വിച്ച് മീൻസ് ടേണിംഗ് പോയിന്റ്. അങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാധനം പെട്ടെന്ന് എന്തോ ഒരു മാറ്റം വരുന്നു. എന്തോ ഒരു മാറ്റമേ ഉള്ളൂ, ടേണിംഗ് പോയിന്റാണ്. ഇതിന്ന് മൊത്തമായിട്ട് മാറാൻ പോവുകയാണ്. ഇത്രയും നേരം പോയിക്കൊണ്ടിരുന്നതല്ല ഇനി നടക്കാൻ പോകുന്നത് എന്ന് കാണിക്കാനുള്ളതാണ് ഈ പെരിപ്പിറ്റിയ എന്നുള്ളത്. ആ ഒരു മൊമെൻറ്റിനെയാണ് പെരിപ്പിറ്റിയ എന്ന് പറയുന്നത്. അടുത്തതാണ് ഹമേഷ്യ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ട്രാജിക് ഫ്ലോ ഓഫ് ദ ക്യാരക്ടർ. ആരാണോ അതിൽ ആ ഒരു നോബിളായിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും ട്രാജഡി ഉണ്ടാവുക അല്ലേ? ആ നോബിളായിട്ടുള്ള ക്യാരക്ടർ നല്ല രീതിയിൽ ജീവിച്ചു പോയിരുന്ന ഒരാൾ പെട്ടെന്ന് അയാളുടെ ജീവിതത്തിൽ ട്രാജിക് ഫ്ലോ സംഭവിക്കാം. പെരിപ്പിറ്റിയും അതേപോലെ ഹമേഷ്യയും തമ്മിലുള്ള വ്യത്യാസം, പെരിപ്പിറ്റിയ എന്ന് പറയുന്നത് ദ ഹാവ് എ ടേണിംഗ് പോയിന്റ് ഫോർ ദാറ്റ്. ഇതിന് മുൻപ്, ഈ ട്രാജിക് ഫ്ലോന് മുൻപ് പെരിപ്പിറ്റിയ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. പെരിപ്പിറ്റിയ സംഭവിച്ചിട്ട് അതിങ്ങനെ അഡ്വാൻസ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഹമേഷ്യ സംഭവിക്കുന്നത്. ഹമേഷ്യ പറയുമ്പോൾ ട്രാജിക് ഫ്ലോ ആണ്. ഈ ട്രാജിക് ഫ്ലോ ആണ് ഹമേഷ്യ എന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ട്രാജഡിയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ട്രാജിക് ആയിട്ടുള്ളൊരു വീഴ്ചയൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ അമ്മേ എന്ന് പറയില്ലേ? അപ്പോൾ ഹമേഷ്യ വിച്ച് വി ക്യാൻ റിലേറ്റ് ടു ദ ട്രാജിക് ഫ്ലോ ഓഫ് ദ ക്യാരക്ടർ. അടുത്ത ടേമാണ് മാഗ്നാനിമിറ്റി എന്ന് പറയുന്നത് ട്രാജിക് ഹീറോസ് പ്രൈഡ്. അവിടെ ആ ഒരു ട്രാജിക് ഹീറോ നോബൽ ക്യാരക്ടറാണെന്ന് പറഞ്ഞല്ലോ, അവർക്ക് അവരുടേതായിട്ടൊരു പ്രൈഡ് ഉണ്ടായിരിക്കും, ഒരു അഭിമാനം. ഈ മാഗ്നാനിമസ് എന്നൊക്കെ പറയുമ്പോൾ വലുത് എന്തോ, അല്ലെങ്കിൽ നമുക്ക് പ്രവചനീയമാവാത്ത എന്തൊക്കെയാണല്ലോ. അപ്പോൾ പ്രൈഡ് എന്ന് പറയുന്നത് അതേപോലെയാണ്. അയാൾ എന്തൊക്കെയൊക്കെയോ ആണെന്നാണ് എൻ്റെ വിചാരം. അതാണ് ഈ പറയുന്ന മാഗ്നാനിമിറ്റി. ദെൻ അടുത്ത ടേമാണ് അനാഗ്നോറിസിസ് എന്ന് പറയുമ്പോൾ ദ മൊമെൻറ്റ് ഓഫ് റെക്കഗ്നീഷൻ. ഇത്രയും കാലം മീൻസ് ഈ പറയുന്ന പോലെ എല്ലാം കഴിഞ്ഞ്, അയാളുടെ പ്രൈഡ് കഴിഞ്ഞ്, അയാളുടെ പെരിപ്പിറ്റിയെ കഴിഞ്ഞ്, ഹമേഷ്യ കഴിഞ്ഞ്, എല്ലാം ഇതിൽ കഥാരസിസ് എല്ലാം കഴിഞ്ഞ് അങ്ങേർക്ക് എന്തായി? ബോധോദയം വന്നു. ഇതാണല്ലേ എന്നുള്ള ആ ഒരു റെക്കഗ്നീഷൻ, ആ ഒരു തിരിച്ചറിവ് വന്ന ആ ഒരു നിമിഷത്തിനെ പറയുന്നതാണ് അനാഗ്നോറിസിസ്. അപ്പോൾ ഇതായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്നീഷൻ അതിൽ ഗ്നീണ്ട്, അനാഗ്നോറിസിസിലും എന്തിൻ്റെ ഗ്നീണ്ട്. അപ്പോൾ ഇത് നമുക്ക് റിലേറ്റ് ചെയ്യാം. നേരത്തെ മാഗ്നാനിമിറ്റിയും അതേപോലെ അനാഗ്നോറിസിസും തമ്മിൽ മാറിപ്പോരുതേ. മാഗ്നാനിമിറ്റി എന്ന് പറയുമ്പോൾ മാഗ്ന അതന്നെ എടുക്കണം. അനാഗ്നോറിസിസ് എന്ന് പറയുന്ന അതിലെ റെക്കഗ്നീഷൻ ഗിനി. ഓക്കെ. അടുത്തത് പാത്തോസ് ആണ്. പാത്തോസ് പിന്നെ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്നതാണ്. പിറ്റി ആൻഡ് ഫിയർ ഓഫ് മീൻസ് ആ ഒരു ക്യാരക്ടറിന് ഉണ്ടാവുന്ന അതൊക്കെയാണ് പ്ലൈഫുൾ ആയിട്ടുള്ള കണ്ടീഷനെ പറയുന്നത്. ആഗൻ എന്ന് പറയുന്നത് സെൻട്രൽ കോൺഫ്ലിക്റ്റ് ആണ്. ഒരു ട്രാജഡിയിൽ ഉണ്ടാകുന്ന സെൻട്രൽ കോൺഫ്ലിക്റ്റ് എന്താണോ അതിനെ പറയുന്നതാണ് ഈഗൻ. പിന്നെ ഒരു ടേമും കൂടെ ഉണ്ട്, മിഥോസ് എന്നുള്ള ടേം. ആ മിഥോസ് എന്നുള്ള ടേം പറയുന്നത് പ്ലോട്ട് അല്ലെങ്കിൽ സ്ട്രക്ചർ, അതിനെ പറയുന്നതാണ് മിഥോസ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ട്രാജഡിനായിട്ട് ബന്ധപ്പെട്ട ഇത്രയും ടേംസ്. ഒന്നും കൂടെ ഞാൻ പറയാം ഏതൊക്കെയാണെന്ന്. ഡയാനോയ, ദെൻ ഉള്ളത് മിമിസിസ്, പെരിപ്പിറ്റിയ, ഹമേഷ്യ, മാഗ്നാനിമിറ്റി, അനാഗ്നോറിസിസ്, പാത്തോസ്, ആഗൻ, മിഥോസ്. രണ്ടെണ്ണം കൂടെ പറയാൻ വിട്ടുപോയിട്ടോ, സോറി. ഡീജിസിസ് എന്ന് പറയുന്നത് നരേഷനാണ്. മിഥോസ് എന്ന് പറയുന്നത് പ്ലോട്ടാണ്. ഡീജിസിസ് എന്ന് പറയുന്നത് നരേഷനാണ്. ഒന്നും കൂടെ ഉണ്ട്, കെയറോസ് എന്ന് പറയുന്നത് ഒരു അപ്രോപ്രിയേറ്റ് മൊമെൻറ്റ്, ടൈമിങ്ങിനെയാണ് കൈറോസ് എന്ന് പറയുക. കൈറോസ്. ഇത്രയും ടേംസാണ് നമുക്ക് ട്രാജഡിയിൽ പക്ക പഠിച്ചു പോയിരിക്കേണ്ടത്. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. ബൈ, see you next video.